ഹലോ, വേണ്ട ധാരാ നോക്കി ഞങ്ങളുടെ ലോലനെ കൊണ്ട് തോട്ടിൽ കുളിപ്പിക്കാൻ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ നോക്ക് തോട്ടിൽ വെള്ളമില്ല. ഇതുണ്ടോ വെള്ളമൊക്കെ കനാലിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കനാലിൽ വെള്ളം നിർത്തി. അപ്പോൾ നമ്മുടെ തോട്ടിലേക്കുള്ള വെള്ളവും നിർത്തി. അതുകൊണ്ട് ലോലയ്ക്ക് കുളിക്കാൻ പറ്റിയാണ്ട് സങ്കടം. ഞങ്ങളപ്പോൾ പാടത്തൊക്കെ ഇതുണ്ട്. എന്തോ ഒരു ചെറിയ മീനാ നോക്ക്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാ നോക്കിയാണ്, കാണത്തില്ല അല്ലേ? ചെറിയ മീനുകൾ നടക്കുന്നുണ്ട്. ലോലയ്ക്ക് വെള്ളം കണ്ടപ്പം അവൾക്ക് ചാടണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ചെയ്യാനാ, ഞങ്ങൾ പാടത്തേക്ക് പോവാം. ഞങ്ങളുടെ പാടമുണ്ട്, നമുക്ക് പാടത്ത് വന്നിട്ട് കാണാം. ലോലയ്ക്ക് എന്നാ സന്തോഷം. ലോലേനെ അഴിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ചാർലി ഭയങ്കര ബഹളം. പക്ഷേ രണ്ടുപേരെയും കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇല്ലാടി ഞാൻ വരുന്നുണ്ടോ നോക്കുക. അവിടെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നാൽ എനിക്ക് വീഡിയോയും പിടിക്കാൻ പറ്റില്ല. പപ്പനെ കൊണ്ട് രണ്ടുപേരെയൊക്കെ പിടിക്കാനും പറ്റില്ല. എന്നെ ഉരുട്ടിയിടും. ഇതും പാടമാണ്. പക്ഷെ ഇതിലവർ സ്ഥലം മേടിച്ചവർ റബ്ബർ വെച്ചേക്കും. ഇതിൽ പണ്ട് ഇവിടെ എല്ലാം പപ്പയുടെ ചാച്ചനും അമ്മയുള്ള ആ പണ്ടത്തെ കാലത്തൊക്കെ ഇവിടെ ഫുള്ള് നെല്ലായിരുന്നു. നെല്ല് കൃഷിയായിരുന്നു ഇവിടെ. ഇപ്പോൾ അതെല്ലാം മക്കളുടെ കാലമായപ്പോൾ ആരും നെല്ല് കൃഷിയല്ല, എല്ലാവരും ഉപേക്ഷിച്ചു. ഇപ്പം കവുങ്ങും തെങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതാ ഈ കാട് കണ്ടോ? ഈ കാട് ഇങ്ങനെ ഇതാ കാട് തെളിച്ചേക്കുന്ന ഈ ഭാഗം ഞങ്ങളുടെ പാടം. ഇതാണ് പാടം. അപ്പം അങ്ങോട്ട് ലോലലിതാ ഞങ്ങളുടെ പാടത്തിപ്പോൾ മാവ് കണ്ടോ? ഇതാ നിറച്ച് മാങ്ങ കണ്ടോ? കണ്ടോ? നിറച്ച് മാങ്ങയുണ്ട്. പപ്പ കവുങ്ങിൻ്റെ ചോടൊക്കെ ചെത്തിയിട്ടിട്ടുണ്ട്. ഇനി മഴ പെയ്യുമ്പോൾ വളമൊക്കെ ഇട്ട് കവുങ്ങിൻ്റെ നിറച്ചും വെച്ചിട്ടുണ്ട്. അതുപോലെയാണെങ്കിൽ എന്നെ സന്തോഷത്തിലാണ്. പാവം അതിനെ ഒന്ന് കുളിപ്പിക്കും. ഇതുണ്ട് മാങ്ങ പറിക്കുന്ന മാങ്ങ കച്ചവടക്കാർ വന്ന് നമ്മുടെ അല്ല, ചേട്ടൻ്റെ മാങ്ങ കണ്ടോ പറിച്ചിട്ട്. മൂവാണ്ടൻ മാങ്ങ. ഞങ്ങളുടെ ഇവിടെ കാഞ്ഞിരപ്പുഴയിൽ ഈ ടൈമിൽ മാങ്ങ ആകുന്ന സമയം. ഇവിടെയൊക്കെ മൂവാണ്ടൻ മാങ്ങ നേരത്തെ ആവുകയും ചെയ്യും. നല്ല വിലയുണ്ട് മാങ്ങയ്ക്ക്. ഉണ്ടോ ലോലേനെ അവിടെ കെട്ടിയിട്ടേക്കും. എന്നാന്ന് ചോദിച്ചാൽ അവിടെ മാങ്ങ പറിക്കാൻ വന്ന ചേട്ടന്മാർക്കുള്ള ഫുഡൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെയോ ഉണ്ട്. അപ്പോൾ ലോലനെ അഴിച്ചു വിട്ടാൽ അവളത് അകത്താക്കും. അതുകൊണ്ട് ലോല അവിടെ കിടന്നോട്ടോ, അവിടെ കിടന്നോട്ടോ. നമുക്ക് കനാലിൽ പോകാം കേട്ടോ. കനാലിൽ പോയി നോക്കിയിട്ട് നമുക്ക് വെള്ളമുണ്ടോ നോക്കിയിട്ട് ചാടാട്ടോ. ഇത് മുഴുവൻ ഞങ്ങളുടെ പാടാണ്. ഇത് ഫുൾ അങ്ങോട്ട് അങ്ങോട്ട് ആ ഭാഗത്തേക്കെല്ലാം ഞങ്ങളുടെ ഇവിടുത്തെ പുതിയടത്ത് കുടുംബത്തിൽ സ്ഥലമായിരുന്നു. ചാച്ചന്മാരൊക്കെ ആയിരുന്ന സ്ഥലത്ത് ഇപ്പം മക്കളായിട്ടൊക്കെ എല്ലാവരും കൊടുത്തു. ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇത്രയും പാടം. ഇത് എത്ര സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയില്ല. 32 സെൻറ്റാന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും ഇതാ അവിടെ കണ്ടോ ആ കവുങ്ങൊക്കെ പൊങ്ങി നിൽക്കുന്നത്. ഞങ്ങൾ കൊടുത്ത സ്ഥലമാണ് ഇത്. ഞങ്ങൾ കൊടുത്ത സ്ഥലം കൊടുത്തിട്ടിപ്പോൾ 1 കൊല്ലമായി. അതിലും 2-3 മാവുണ്ട്. നിറച്ച് മാവുണ്ട്, മാങ്ങയുണ്ട്. ഒക്കെ ഒന്ന് അവിടെ ഒരു മാവുണ്ട്, 2, പിന്നെ ദാഹമാറ്റത്തൊരു മാവുണ്ട്, 3. ഇത് ചേട്ടായിയുടെ സ്ഥലമാണ്, ഞങ്ങളുടെ ചേട്ടായിയുടെ സ്ഥലം.
ഇത് ഞങ്ങളുടെ സ്ഥലം. പെരും കാടായിരുന്നു. കാട് ഫുള്ള് കാടായിട്ട് കാട് വെട്ടുന്നവരെ വിളിച്ച് വെട്ടിച്ചതായതെല്ലാം കാട്. കൃഷിയൊക്കെ മറ്റേ അരിയൊക്കെ അല്ല നെല്ല് കൃഷി ചെയ്ത സമയം ഒക്കെ അന്നത്തെ കാലത്തൊക്കെ നല്ല കാലമല്ലായിരുന്നു. ഇത് ഇവിടുന്ന് ഞങ്ങൾ കൊടുത്ത സ്ഥലമായത്. ഇതണ്ട ജാതിക്ക് ഞങ്ങൾ കൊടുത്തേ പിന്നെ ആദ്യമായിട്ട് ഇതാ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ളപ്പോൾ 1, 2 ഒക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ അല്ലേ, നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അനുഭവമൊന്നും ഉണ്ടാകില്ല. ആർക്കെങ്കിലും കൊടുത്തോ അല്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിറച്ച് അനുഭവം ഉണ്ടാകും. നമുക്കും അനുഭവം ഉണ്ടായി, പൈസ കിട്ടി, നമ്മുടെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ ഇത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കഥ പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരച്ചായൻ ഞങ്ങൾക്ക് മഞ്ഞളിൻ്റെ വിത്താണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിത്ത് തന്ന് ഞങ്ങൾ എന്നിട്ട് ഈ ഭാഗം ഫുള്ള് നട്ട് വെച്ചു മഞ്ഞൾ. എന്നിട്ട് ഞങ്ങൾ നട്ട് വെച്ച് പിറ്റേക്കൊല്ലമല്ല, അത് വളർന്നു കഴിഞ്ഞപ്പോൾ എന്തോരം പൊക്കമായിരുന്നു എന്നറിയാം അതിൻ്റെ തണ്ടിനൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് നല്ല കായ ഉണ്ടാകുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ അത് മഞ്ഞളല്ലായിരുന്നു. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിപ്പോഴും നിൽപ്പുണ്ട് അവിടെ, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കണ്ട ഇതെന്താണെന്ന് ആരെങ്കിലും മനസ്സിലായോ? ഇതുണ്ട് കസ്തൂരി മഞ്ഞൾ നിറച്ചുണ്ട് ഇവിടെ. മഴക്കാലം ആകുമ്പോഴേക്കിനും മഴ പെയ്യുമ്പോഴേക്കും ഇത് മുഴുവൻ പൊങ്ങി വരും. ഇത് നല്ലതാണ് കസ്തൂരി മഞ്ഞൾ. ഞാൻ കുറച്ച് എടുത്ത് അരിഞ്ഞ് ഉണക്കി വെച്ചിട്ടുണ്ട്. നല്ലതാണ്. അതുകൂട്ട് കുറച്ചും രക്തചന്ദനവും കൂടെ. കസ്തൂരി മഞ്ഞൾ ഒത്തിരി ഉപയോഗിക്കാൻ പാടില്ല. രക്തചന്ദനവും ഒക്കെ കൂടെ കൂട്ടിയിട്ട് മുഖത്തൊക്കെ തേച്ചാൽ നല്ലതാണ്. ഇതുണ്ടോ പപ്പ, ഇതുണ്ടോ പപ്പ കളഞ്ഞ്. ഇത് കണ്ടോ പപ്പ ഇതവിടെ കണ്ടോ വാഴ, ടിഷ്യൂ കൾച്ചർ വാഴ. ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചേക്കുന്നതാണ്. അതെന്തൊക്കെയാണ് അതിലിട്ട്? അതിൽ ചണാപ്പൊടിയും കോഴിക്കാട്ടവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ പാടെ ഇട്ടാൽ വെച്ചാൽ ടിഷ്യൂ കൾച്ചർ വാഴ നമ്മൾ വെക്കുമ്പോൾ വാഴ വിത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വിത്തിലൊരു മാസമൊക്കെ വളരാനുള്ളത് ആ വിത്തിൽ അതിനുണ്ടാവും. ഇത് നമ്മൾ ടിഷ്യൂ കൾച്ചർ വയ്ക്കുമ്പോൾ കുഞ്ഞതല്ലേ, അപ്പം നമ്മൾ നല്ലോണം അടിവളം ഇട്ടിട്ട് വേണം വയ്ക്കാൻ. ഈ വേനൽക്കാലം ആയ കാരണം അധികം രാസവളമൊന്നും ഇപ്പോൾ അതിനിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നല്ലോണം അടിവളം ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി നേരത്തെ നനച്ച് കുഴി ഇട്ടിട്ടല്ലേ, കുഴിയെടുത്ത് ഈ വളങ്ങളെല്ലാം ഇട്ട് 2 ദിവസം നനച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് വാഴ വെച്ചത്. ഇനിയിപ്പോൾ പെട്ടെന്ന് കയറി വന്നോളൂ. വെച്ചിട്ടൊരാഴ്ച ആയുള്ളൂ. പുതിയ കൂമ്പ് വന്നായിരുന്നു. ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. കൂമ്പ് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ലോലനെ കനാലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ കനാലിലും വെള്ളമില്ല. കനാലെല്ലാം അടച്ചു പൂട്ടി, വെള്ളമില്ല. ഇവരാദ്യം കച്ചവടം വരുമ്പോൾ അച്ചാറ് മാങ്ങയായിട്ട് പറിക്കും. അച്ചാറ് മാങ്ങയ്ക്ക് വില തരും നമുക്ക്. അങ്ങനെ പറിച്ച് മരത്തോടെ അവരെടുക്കും. പിന്നെ പഴം മാങ്ങ എന്ന് പറഞ്ഞ് ആ ഒരു വിലയ്ക്ക് എടുക്കും. നല്ല വിലയുണ്ട്. ഞങ്ങളെല്ലാ കൊല്ലം ഇവിടെയുള്ളവരൊക്കെ മാവ് നട്ട് പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ മാങ്ങയാകുമ്പോൾ മാങ്ങ സീസണാകുമ്പോൾ നല്ല പൈസയാണ്. ഞങ്ങൾ തിരിച്ച് പോരുക. പാടത്തുനിന്ന് ലോല അവിടെ ഇവിടെ എല്ലാം തപ്പ്. എന്തോ എലീനെ എന്തോ കണ്ടേ,
എലിയോ എന്തോ സാധനം മണത്തു അതാ ഇങ്ങനെ നിൽക്കുന്നത്. എന്തുവാടി ലോലെ? വന്നത് വെറുതെയായി. ലോലയ്ക്ക് വെള്ളം കാണുമ്പോൾ ചാടണം തോന്നുന്നു. ഇതുണ്ട്, എന്തൊരു വലിയ തെങ്ങാ നോക്കി ഇങ്ങനെ വീണ് കിടക്കുന്നു. ഇതാ എവിടെ പപ്പ പറഞ്ഞ ഒരു നീർക്കോലിയുണ്ട്, നമ്മൾ കാണിച്ചു തരാവേ. എവിടെ? അയ്യോ, അവിടെ ഒരു കൊക്കിരിക്കുന്നുണ്ടോ? ഹലോ, നിങ്ങളൊരു സൂത്രം കണ്ടോ? ഇതാരായിരിക്കുന്നതെന്ന്? അയ്യോടാ, ഒരു കൊക്കാണ്. പക്ഷെ ഞങ്ങൾ ഇച്ചിരി മുമ്പ് അവിടെ ഒരു നീർക്കോലിനെ കണ്ടായിരുന്നു. അതിനെ നോക്കാൻ പോയപ്പോൾ കൊക്കുണ്ട് അവിടെ ഇരിക്കും. കൊക്ക് അത് അനങ്ങുന്നില്ലല്ലോ. അപ്പോൾ പട്ടീനെ കണ്ടിട്ടു അത് അനങ്ങുന്നില്ലല്ലോ. അതിന് വയ്യേ? പറക്കാൻ വയ്യേടാ? അയ്യോ, പപ്പ അതിനെ പിടിക്കാത്ത നമുക്ക്. പപ്പ അതിന് അതോ അത് പോയി. പപ്പ അതിന് പറക്കാൻ പറ്റില്ല. അയ്യോ പാവട്ടോ. പപ്പ അതിനെ പിടിക്കാപ്പ. എന്താപ്പ പപ്പ സമ്മതിക്കുകയില്ല. എനിക്ക് അണ്ണാന്, കിളികൾ, തത്ത ഒക്കെ ഭയങ്കര ഇഷ്ടം. അത് ഇങ്ങനത്തെ ഉള്ള ജീവികളൊക്കെ. പക്ഷെ പപ്പയ്ക്കും ഇങ്ങനെയുള്ള അണ്ണാനെ, കിളികളെ ഒന്നും വളർത്തുന്ന ഇഷ്ടമല്ല. എന്നാന്ന് ചോദിച്ചാൽ പപ്പ പറയുക അതിനെ കൂട്ടിലിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യം കളയുകയെന്ന് പറഞ്ഞിട്ട് പപ്പ സമ്മതിക്കുകയില്ല. കണ്ടോ, അതിൻ്റെ ചിറക് ഒടിഞ്ഞത്. അതിനി പറക്കാൻ പറ്റാത്ത കൊക്ക. അപ്പോൾ അത് നമ്മൾ അതിനെ പിടിക്കുമായിരുന്നെങ്കിൽ അതിനെ നമുക്ക് രക്ഷിക്കായിരുന്നു. പക്ഷെ അത് സ്പീഡിൽ ഓടുന്നതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. കഷ്ടം. ഇതുണ്ട ചക്ക. ഇതാ ഇഷ്ടംപോലെ ചക്കയാകുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാട്ടത് വരുന്ന വഴിക്ക് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടൻ, ബാബു ചേട്ടൻ പറയും, ഇഷ്ടംപോലെ തരും നമുക്ക്. ചോദിച്ചാൽ ചക്കയൊക്കെ തരും. ഇപ്പം ആയിട്ടില്ല. ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഭയങ്കര വെയിൽ കൊണ്ടിട്ട് തളർന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്നവർ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. ഓക്കെ.